ഹലോ സുഹൃത്തുക്കളെ, അസർബൈജാനിലെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകാൻ പോകുന്ന സ്ഥലം അസർബൈജാനിലെ ബാക്കു ഓൾഡ് സിറ്റിയും അതുപോലെ തന്നെ ന്യൂ സിറ്റിയാണ് കേട്ടോ. രണ്ടും വ്യത്യസ്തമായ സിറ്റികളാണ്. ഒന്ന് പഴയതും ഒന്ന് പുതിയതും തൊട്ടടുത്താണ് കേട്ടോ രണ്ടും. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്നത്തെ. ഞങ്ങളിങ്ങനെ കറങ്ങി അസർബൈജാൻ ഓൾഡ് സിറ്റിയിലേക്ക് എത്തിയേക്കണ്ടോ. ഓൾഡ് സിറ്റിയിൽ എത്തിയപ്പോഴാണ് ഇവിടുത്തെ ഓൾഡ് സിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു അസർബൈജാൻ സ്വദേശി ഇവിടെ ഒരു ഡ്രൈവ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഒരു പഴയ ജീപ്പിലാണ് ഞങ്ങൾ ഒരുപാട് ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഒരു 6 പേരുണ്ടല്ലോ. അപ്പോൾ ചെറിയൊരു പൈസയൊക്കെ തന്നെ നമുക്ക് ഇവിടെ കറങ്ങാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ട്, അപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൽ കയറി അസർബൈജാൻ്റെ ഓൾഡ് സിറ്റി ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ കൾച്ചറാണ്, നമുക്ക് എന്തായാലും പെട്ടെന്ന് കാണാൻ പറ്റും. നടന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം വേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മളൊരു വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും ഒറ്റ അടിക്ക് തന്നെ കാണാൻ പറ്റും. ഓൾഡ് ബാക്കു സിറ്റിയിൽ തന്നെ ഒരുപാട് ഷോപ്പുകളും അതുപോലെ തന്നെ ഒരുപാട് പഴയ ബിൽഡിങ്ങുകളും പഴയ കൾച്ചറാണ് നമുക്ക് ഈ ഓൾഡ് ബാക്കുവിൽ വന്ന് കാണാൻ പറ്റട്ടോ. എന്തായാലും കൂടുതലും സമയവും കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ നടന്നിട്ട് തന്നെ എക്സ്പ്ലോർ ചെയ്യണം. ഞങ്ങൾക്ക് അധികം ടൈമൊന്നും ഇല്ലാത്ത കാര്യമാണ് ഞങ്ങൾ വണ്ടി ചൂസ് ചെയ്തത്. എന്തായാലും വണ്ടി ചൂസ് ചെയ്ത് ഞങ്ങൾ നല്ലൊരു ഓപ്ഷനായിട്ടാണ് കാണുന്നത്. കാരണം എല്ലാ കാഴ്ചകളും ഒറ്റയടിക്ക് തന്നെ കാണാൻ പറ്റി. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്, അപ്പോൾ എല്ലാം ഒറ്റയടിക്ക് തന്നെ നമുക്ക് കാണാൻ പറ്റിയിട്ടാ. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു യാത്ര എന്ന് വെച്ചാൽ. ഞങ്ങൾ എന്തായാലും നല്ല ടൈറ്റായിട്ടാണ് ഇരുന്നതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും. കളിയിൽക്കാനൊക്കെ ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ യാത്ര. ജീപ്പ് അത്യാവശ്യം സ്പീഡിലാണ് കേട്ടോ പോണത്. അപ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്തായാലും ഇവിടെ കിട്ടിയ നല്ലൊരു കാറ്റും മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. നമ്മളടുത്തൊരു അടിപൊളി വ്യൂ ആണ് ഈ ഫ്ലെയിം ടവർ. നമ്മൾ ഇതിനെ പോകുമ്പോൾ തന്നെ നമുക്ക് അസർബൈജാനിലെ മെയിൻ അട്രാക്ഷനായ ഫ്ലെയിം ടവറൊക്കെ ഇത് കൂടെ പോകുമ്പോൾ കാണാൻ പറ്റൂടാ. Five restaurant black tea and 136 zero gem. Azerbaijan historian gems. This is best of restaurant. No problem. How much? Cash mini normal cash. Normal cash. This is best. No problem. നമ്മൾ റൈഡിന് കൊണ്ടുവന്ന സുഹൃത്ത് എടുത്തൊരു കഫേ നിർത്തിയിട്ട് നല്ല ചായ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ചായയൊക്കെ കുടിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മൾ ട്രൈ ആക്കിയില്ല കേട്ടോ. എന്തായാലും ഇവിടെ ഓൾഡ് സിറ്റിയിൽ ബെസ്റ്റ് കോഫി കിട്ടുന്ന ഒരു പ്ലേസാണെന്ന് പറഞ്ഞത്. നടന്നാണല്ലോ പാടാ. എന്തായാലും ഓൾഡ് സിറ്റിയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഈ ഒരു ഇങ്ങനത്തെ ഒരു റൈഡ് ട്രൈ ആക്കണം കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര വെർത്തായി. ചെറിയൊരു ചീപ്പ് റേറ്റിലാണ് നമുക്ക് ഈ ഒരു റൈഡ് കിട്ടിയിട്ട്. അറൗണ്ട് 60 ദിറംസാണ് വന്നത് നമുക്ക് ദിറംസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഭയങ്കര ചീപ്പായിട്ടാണ് നമുക്ക് ഈ റൈഡ് കിട്ടിയത്. ഓൾഡ് സിറ്റി കംപ്ലീറ്റ്ലി ഇവനെ കറക്കി തന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി കാഴ്ചയായിരുന്നു. നമ്മൾ ഓൾഡ് സിറ്റിയിലെ പല ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും അതുപോലെ തന്നെ കോഫി ഷോപ്പുകളും ഒരുപാട് വ്യത്യസ്തമായ ഷോപ്പുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. വേറെ തന്നെ ഒരു സിറ്റിയാണ് ബാക്കുവിലെ ഓൾഡ് സിറ്റി എന്നാണ് ഇതിന് അറിയപ്പെടുക. നമ്മളെന്തായാലും ഓൾഡ് സിറ്റി ഏകദേശം കഴിയാറായി. അപ്പം നമ്മൾ അടുത്ത് നീങ്ങാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ നിസാമി സ്ട്രീറ്റാണ്. അത് ബാക്കു ന്യൂ സിറ്റിയിലാണ് ഉള്ളത് കേട്ടോ. ബാക്കിയിലെ ഓൾഡ് സിറ്റിയിൽ മാത്രമാണ് ഈ ഒരു റൈഡ് സർവീസ് ഉള്ളൂ കേട്ടോ. നിസാമി സ്ട്രീറ്റിൽ നമ്മൾ എന്തായാലും നടന്നിട്ട് പോകണം. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് കുറച്ചപ്പുറത്ത് ഒരു 100 മീറ്റർ അപ്പുറമാണ് ഈ ന്യൂ സിറ്റിയിലെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തത് അവിടേക്കാണ് പോകാൻ പോകണം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ന്യൂ ബാക്കു സിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഞങ്ങൾ കുറച്ച് ടയേർഡായിരുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ ട്രൈ ആക്കി. പിന്നെ നമുക്ക് ഒരുപാട് നടക്കാനും ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ന്യൂ സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് നടക്കാണ്ട്. മെയിൻലി നമ്മൾ ഓൾഡ് സിറ്റിയിൽ നമ്മൾ ചെയ്തത് അവിടുന്ന് നമുക്കൊരു റൈഡ് കിട്ടി. അതുകൊണ്ട് നമ്മൾ ആ ജീപ്പിൽ ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമ്മൾ കറങ്ങിയിട്ടാണ്. പക്ഷേ ഇവിടെ നമ്മൾ നടന്നിട്ട് തന്നെ എല്ലാം കാണണം.
അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു കോഫിയൊക്കെ കുടിച്ച് ഇവിടുന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് വാക്കിങ്. ഈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്താ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഫുള്ള് ഇൻ്റർലോക്കഡാണ് കേട്ടോ. ബ്ലാക്കും വൈറ്റും ഷെയ്ഡായിട്ട് ഇൻ്റർലോക്കാണ് ഈ സ്ട്രീറ്റ് കംപ്ലീറ്റ്ലി ഇവർ സെറ്റ് ചെയ്തേക്കുന്നുണ്ടോ. അതാണ് ന്യൂ സിറ്റിയിലെ ഏറ്റവും വലിയ ആകർഷണം എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈ ഒരു ഇൻ്റർലോക്കാണ് ഇവർ ഫോളോ ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മളിനി പോകാൻ പോകുന്നത് നിസാമി സ്ട്രീറ്റാണ് കേട്ടോ. ബാക്കുവിലെ തന്നെ ഏറ്റവും മെയിനായിട്ട് കണ്ടിരിക്കേണ്ട സംഭവമാണ് നിസാമി സ്ട്രീറ്റ്. ഒരുപാട് ഫെസ്റ്റിവൽ ബാക്കുവിൽ നടക്കുന്നത് ആ ഏരിയയിലാണ് കേട്ടോ. നൈറ്റ് ഫെസ്റ്റിവൽ ആയാലും ഫുഡ് ഫെസ്റ്റിവൽ ആയാലും അത് സമ്മർ ആയാലും വിൻ്റർ ആയാലും ഒരുപാട് ഇവൻറ്റുകളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് നിസാമി സ്ട്രീറ്റ്. ആ ഏരിയക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. വളരെ ക്രൗഡഡ് ഏരിയയാണ് കേട്ടോ. ഇവിടെ ഫുൾ ടൈം ആൾക്കാരാണ് നമുക്ക് കാണാൻ പറ്റുക. അത്രയും ടൂറിസ്റ്റുകൾ വന്ന് പോകുന്ന ഏരിയയാണ് നിസാമി സ്ട്രീറ്റ്. നമ്മളേതാണ്ട് നിസാമി സ്ട്രീറ്റിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മെയിൻലി ഈ നിസാമി സ്ട്രീറ്റ് ഫോക്കസ് ചെയ്യുന്ന സംഭവം എന്ന് വെച്ചാൽ ഫുഡ് ഫെസ്റ്റിവൽ അതുപോലെ തന്നെ പർച്ചേസിങ് ആണ് കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ലൊരു ഫീലാണ് കേട്ടോ. ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ നമുക്കിങ്ങനെ മെല്ലെ നടക്കാൻ നല്ലൊരു ഫീലാണ് ഞങ്ങൾ കിട്ടിയത് കേട്ടോ. ഞങ്ങളെന്തായാലും ബാക്കു ന്യൂ സിറ്റിയിലെ നിസാമി സ്ട്രീറ്റിൽ കൂടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഒരു മെയിൻ ഏരിയ എന്ന് തന്നെ പറയാം. നമുക്ക് ഗൂഗിളിൽ അടിച്ചാലും അതുപോലെ തന്നെ ഒക്കെ വരുന്നൊരു ഏരിയ ആണ് ഇത്. ആ ഏരിയക്കാണ് നമ്മൾ എത്തിയേക്കണ്ട. ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. ഇവിടുത്തെ മെയിൻ പറയേണ്ടത് ആ ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറാണ്. അടിപൊളി ഒരു സ്ട്രക്ചറാണ് ഇവർ അത് സെറ്റ് ചെയ്തേക്കണ്ട. അതാണ് ഓൾഡിനെ അപേക്ഷിച്ച് ന്യൂ ഒന്നുകൂടിയും ഒരു വ്യത്യസ്തത ഉണ്ട് കേട്ടോ. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് ന്യൂ സിറ്റിയാണ് ഓൾഡിനായിട്ട് അപേക്ഷിച്ച്. ഓൾഡിന് അതിൻ്റേതായ ഭംഗിയുണ്ട്, പക്ഷേ ന്യൂ സിറ്റിയിൽ വരുമ്പോൾ വേറെ തന്നെ നമുക്കൊരു വൈബാണ് കിട്ടിയത് കേട്ടോ. എന്തായാലും വൈകുന്നേരമായി. എന്തായാലും റൂമിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. എന്തായാലും ബാക്കുവിലെ പുതിയ സിറ്റിയും പഴയ സിറ്റിയും നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ഇനിയും അസർബൈജാനിൽ ഒരുപാട് ഡെസ്റ്റിനേഷൻ നമുക്ക് കവർ ചെയ്യാണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.